ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐഷറിയാസ് വ്ളോഗ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഒരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുനിയിൽ പ്രഭാത ക്ലബിന്റെ കീഴിൽ ഒരു യോഗ, അതുപോലെ തന്നെ കൊണ്ടോട്ടി, പെരുവള്ളൂർ എന്നീ യോഗ സെന്ററുകളിലെ ടീം അംഗങ്ങളും കൂടിയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ട്രിപ്പ് എൻ്റെ ഉമ്മമ്മൻ്റെയും വാച്ചിൻ്റെയും കൂടെയാണ്. അങ്ങനെ രാവിലെ 6 മണിക്ക് തന്നെ പാലക്കാട് സൈലന്റ് വാലിയിലേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചു. പകുതിയോളം പേര് കുനിയിൽ നിന്നും പകുതിയോളം പേര് പെരുവള്ളൂർ, കൊണ്ടോട്ടി ആ ഭാഗത്ത് നിന്നും, അങ്ങനെ എല്ലാ ടീമാംഗങ്ങളും എത്തിയിട്ടുണ്ട്. ബസ്സും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിലേക്ക് കയറുകയാണ്. എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നായതുകൊണ്ട് തന്നെ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു മസ്ജിദിലാണ് നിർത്തിയത്. അവിടുത്തെ ക്യാൻറ്റീനിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുപോയതായിരുന്നു. വെള്ളയപ്പവും ദോശയും പൊറോട്ടയും ബാജിക്കറിയും ആയിരുന്നു ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ എത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ആ ഒരു മസ്ജിദിൻ്റെ ക്യാൻറ്റീൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി തിരിച്ച് ബസ്സിലേക്ക് കയറുകയാണ്. അതിന് മുന്നേറ്റ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, കുറേ പേര് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാട്ടിലൂടെയാണ് കേട്ടോ പോവുക. അവിടെ എത്തുന്നവരെ കാടാണ്, പിന്നെ അവിടുന്ന് അങ്ങോട്ടും കാടാണ്. നല്ല രസമാണ്, നല്ലൊരു കുളിർമയാണ്. വലിയ കാടായതുകൊണ്ട് തന്നെ ഇതുപോലെ സൈലന്റ് വാലി സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതിനായിട്ട് അവിടുന്ന് തന്നെ അവർ
3 ജീപ്പുകളും 2 ചെറിയ ബസ്സുകളുമാണ് ഞങ്ങൾക്ക് ഒരുക്കിയത്. ഒരു ബസ്സിൽ 16 ആൾ വീതമാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ എല്ലാവരോടും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാങ്ങ കിട്ടിട്ടോ. എങ്ങനെയാണെന്നറിയണ്ടേ, കുറേ കുരങ്ങന്മാർ അവിടെ ഉണ്ടായിരുന്ന മാവ് വന്ന് കുറേ മാങ്ങകൾ ഇങ്ങനെ പറിച്ചിടുന്നുണ്ടായിരുന്നു. പഴുത്തതും പഴുക്കാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫ്രണ്ട്സ്, എനിക്കത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 ജീപ്പിലും 2 ബസ്സുകളിലുമായിട്ട് കാടുകളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു വലിയ കാട് കാണാൻ വേണ്ടി പോവാണേ. ഇവിടെ വന്യജീവികളും അട്ടകളൊക്കെ ഉണ്ട്. ശരിക്കും ഈ വന്യജീവികളെ കാണുന്നത് മാത്രമല്ല കേട്ടോ ഈ ഒരു വനയാത്രകളിലൂടെയുള്ള ലക്ഷ്യം, പരിസ്ഥിതി കണ്ട് ആസ്വദിക്കാൻ വേണ്ടി കൂടിയാണ്. ഞങ്ങൾ പോയത് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അധികം വന്യജീവികളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ആ ഒരു ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഉമ്മമ്മയും വായിച്ചൊക്കെ ഒരു ബസ്സിലാണ് പോയത്. ഒരു ബസ്സിൽ 16 ആൾക്കാരാണ് വേണ്ടത്. പിന്നെ ഡ്രൈവറും കൂടി കൂട്ടി 17 ആൾക്കാർ. അങ്ങനെ എല്ലാവരും കാടിനെ ആസ്വദിക്കാനും വന്യജീവികളെ കാണാനും ഒക്കെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ഈ ഒരു യാത്ര ആരംഭിച്ചു. ഞങ്ങളുടെ കൂടെ ഡ്രൈവറായിട്ട് മാത്രമല്ല കേട്ടോ, ഒരു ഗൈഡായിട്ടും കൂടിയായിരുന്നു ആ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നത്. ശശി എന്നാണ് ആ ചേട്ടന്റെ പേര്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ ഒരു സ്ഥലത്തിനെ പറ്റിയും അവിടുത്തെ ഓരോ വ്യത്യസ്തങ്ങളായ മരങ്ങളെ പറ്റിയും ഒക്കെ ഈ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ ഈ ഒരു സൈലന്റ് വാലിയിലേക്ക് 27 കിലോമീറ്റർ ആണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വെള്ളവും സ്നാക്സും ഒക്കെ ഒന്ന് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോരോ മൃഗങ്ങളെ പറ്റി ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. സിംഹവാലൻ കുരങ്ങ്, ആന, കരിങ്കുരങ്ങ്, പുള്ളിപ്പുലി എന്നീ മൃഗങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളൊരു മൃഗത്തിനെ കണ്ടിട്ടില്ലായിരുന്നു. ഒരു സിംഹവാലൻ കുരങ്ങിനെയും ഒരു കരിങ്കുരങ്ങിനെയാണ് കണ്ടത്. പിന്നെ പോകുന്ന വഴിയിൽ ആനപ്പിണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിപ്പുലിയെ കാണില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കേട്ടോ. കാരണം അത് ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം കാട്ടിൽ വെച്ച് ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിറയെ അട്ടകളാണ്. ഇഷ്ടം പോലെ അട്ടകളുണ്ട്. എനിക്ക് അട്ടകളെ കാണുന്ന തന്നെ അറപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഞാൻ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മരങ്ങൾ എന്ന് പറയാം ഇലകൊഴിയും കാടുകൾ എന്നാ പറയാ. ഇലകൊഴിയും കാടുകൾ. നമ്മുടെ മരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫർണിച്ചറിന് പറ്റിയ മരങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ പോയാൽ നിങ്ങളുടെ മരങ്ങൾ കാണാൻ വളരെ കുറവായിരിക്കും കേട്ടോ. ഇവിടെ ഈട്ടി, ചടച്ചി, വേങ്ങ, കറവേങ്ങ, വെണ്ടേക്ക്, താന്നി അങ്ങനെ ഐറ്റങ്ങളാണ് നമുക്ക് ഈ 8 കിലോമീറ്റർ 10-12 കിലോമീറ്റർ ഉള്ളിൽ കാണാൻ പറ്റിയ ഉപകാരപ്പെട്ട മരങ്ങൾ കേട്ടോ. ഇവിടെ മരങ്ങൾ കിടക്കണ്ടില്ലേ. ഇവിടെയൊക്കെ ഈ ബഫർ സോണിൽ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇനി അല്ലെങ്കിലും നമ്മൾ ഇവിടുന്ന് മരങ്ങളൊന്നും മുറിക്കാടില്ല. കണ്ട മരങ്ങളൊക്കെ വീണ് കിടക്കുന്നില്ലേ. ഇതേപോലെ ഈ ചേട്ടന് എല്ലാ കാര്യങ്ങളും നല്ല വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ കാട്ടിലൂടെ ഇങ്ങനത്തെ ഒരു റോഡ് കാണാൻ നല്ല രസമാണ്. ഇതാണ് യൂക്കാലിയുടെ മരം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല വെള്ള കളറിൽ. എനിക്കത് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നിട്ടോ. ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോക്കാം. ഇത് കണ്ടു ഗൈസ്, ഈ വലിയ മല എന്ത് രസമല്ലേ കാണാൻ. ഈ സ്ഥലങ്ങളിൽ കുറച്ച് ട്രൈബൽ ഗ്രൂപ്പ്സ് ഒക്കെ താമസിക്കാറുണ്ട്. കരിവര എന്നാട്ടോ ആ ഒരു ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ പേര്. അങ്ങനെ ഡ്രൈവർ ആ ഒരു സ്ഥലത്ത് വണ്ടിയൊക്കെ നിർത്തി അതിനെക്കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞു തന്നു. ഇതൊക്കെയാണ് നമ്മൾ പ്രകൃതിയാണ് നമ്മൾ. കാരണം നമ്മൾ ജീവിതത്തിൽ ദൈവം തന്ന ഒരു വരദാണ്. പടച്ചം ഇപ്പൊ ഒന്നുണ്ടായിട്ട് പറയല്ല. ആ ഇതെല്ലാം നമ്മൾ ഇവിടെ മാത്രമല്ല പല ഭാഗത്തും ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ പ്രകൃതി മാറ്റങ്ങളുണ്ട്. ഇതിവിടെ ഒരു പ്രത്യേക വയനാട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ദൈവം കൊടുത്ത് കാണാൻ. അത് നമുക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് കാണാൻ വേണ്ടിയാണ്.
ഇപ്പൊ ഇതൊക്കെ എത്രയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡ്രൈവറിലെ ആളുകൾ പോയി തേനൊക്കെ എടുത്ത് താഴത്തേക്ക് ഇറങ്ങി വരും. പിന്നെ ചെറിയ ചെറിയ പാറകളൊക്കെ വീണ് കഴിഞ്ഞാൽ അവിടുത്തെ മരങ്ങള് ആ തടഞ്ഞു നിർത്താനുള്ള കഴിവുകളുണ്ട്. ഉരുള് പൊട്ടുന്നല്ല ഞാൻ പറഞ്ഞത്, ചെറിയ ചെറിയ പാറകള് തടഞ്ഞു വീണ് കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താനുള്ള കഴിവ് അവിടുത്തെ മരങ്ങൾക്കുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ കുറെ അറിഞ്ഞില്ലേ? അങ്ങനെ ഞങ്ങള് അവിടുന്ന് വീണ്ടും പോന്നു. പിന്നെ ആണ് ഞങ്ങൾ സിംഹവാലൻ കുരങ്ങിനെ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് സിംഹവാലൻ കുരങ്ങിനൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അട്ട കടിക്കുന്നുള്ള പേടിയിൽ ഞാൻ വേഗം തന്നെ അകത്തേക്ക് കയറിയത്. നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ചാടി ചാടി പോവാണ്. ഓരോരോ കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴും അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി കുറച്ചുകൂടി കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടോക്കാം. ഇത് കാട്ടുമഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറയപ്പെടുന്ന മഞ്ഞളാണ്. ഇവിടുത്തെ ഓരോ മരങ്ങൾക്കും നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഈ മരത്തിന്റെ പേര് ചുരുളി എന്നാണ് പറയാ. ചുരുളി ട്രെയിനിന്റെ അടിയിൽ വെച്ചിരുന്ന ബീഫർ കഷ്ണാണ് ട്രെയിനിന്റെ അടിയിൽ കേട്ടോ. മരക്കട്ട കേട്ടോ. അത്രയും ടെന്നേജുള്ള വാഹനമാണ് ഈ തടിയിൽ കൂടെ ഓടുന്നത് കേട്ടോ. ശരി, കാണിച്ചു കൊടുക്കാം, എല്ലാവരും കാണിച്ചു കൊടുക്കും. കണ്ടോ ഇവിടെ ഫുള്ള് അട്ടേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞങ്ങൾക്ക് ഒരൊറ്റ കിലോമീറ്ററും കൂടിയേ ഉള്ളൂ സൈലന്റ് വാലിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് അവിടെ ഒരു ഫ്രഷ് ആവാനൊക്കെ ഒരു സൗകര്യം അവർ ഒരുക്കി തരും. പന്തൻതോട് APC എന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിട്ടോ. കാട്ടുപ്ലാവ് 250 വർഷം മുകളിൽ വരുന്ന ഒരു കാട്ടുപ്ലാവ്. അതൊക്കെ ചെറിയ ചക്ക ഉണ്ടാവും, വലിയ ചക്ക ഉണ്ടാവില്ല കേട്ടോ. അടിയിലൊക്കെ ആന പറിച്ചിരും, മുകളിലെ സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, മലയാളനൊക്കെ തിന്നും കേട്ടോ. അതാണ് സിംഹവാലൻ കുരങ്ങിന്റെ മെയിൻ ഭക്ഷണം. വെടിപ്ലാവ് എന്നാ പറയാ. അതിന്റെ ഉള്ളിൽ ചക്കക്കുരു മാത്രം ഉണ്ടാവുള്ളൂ, ചുള ഉണ്ടാവില്ല കേട്ടോ. ചുളയുള്ളത് ആഞ്ഞലിയാണ്, ആഞ്ഞലി. ഈ മരം ഉള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സിംഹവാലൻ കുരങ്ങ് ഇവിടെ കാണപ്പെടുന്ന പറയണത്. അതിന്റെ പുറത്ത് കംപ്ലീറ്റ് മുള്ളാണ് കേട്ടോ. ആ ചക്ക കണ്ടോ? ബേക്കുന്നുള്ളവർ കണ്ടിട്ടില്ലല്ലേ? ചെറിയ ചക്കയോ കണ്ടോ? ശരിക്കും കണ്ടോളൂ കേട്ടോ. ഇതൊക്കെ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയാണ് സാധനത്തിന്. ഇതാണ് കേട്ടോ ഗൈസ് കാട്ടുകറിവേപ്പില. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അതിശയം തോന്നി. നമ്മുടെ സാധാ കറിവേപ്പില തന്നെയാണ്, പക്ഷേ ഇലക്ക് കുറച്ചും കൂടി ഒരു നീളം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് കറി വെക്കാനൊക്കെ ട്രൈബൽ ഗ്രൂപ്പ്സ് എടുക്കേണ്ടതെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ മഴയൊക്കെ പോയി. അങ്ങനെ ഫ്രണ്ട്സ്, ഫൈനലി ഞങ്ങൾ അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു വലിയ മലേൻ്റെ മുകളിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ദേ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് വലിയൊരു ടവർ ഉണ്ട് കേട്ടോ. ആ ഒരു ടവറിൽ നിന്ന് നോക്കിയാൽ അത് ഒരു വലിയൊരു ടവറാണ്. അപ്പോൾ അതിൻ്റെ മേലിലേക്ക് കയറി അതിൽ നിന്ന് നോക്കിയാൽ ആ ഒരു മല ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് കേട്ടോ ആ ടവർ. ഈ ഒരു ടവർ 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തതാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി അതിൻ്റെ ആ ഒരു വാച്ച് ടവറിൻ്റെ ആ ഒരു മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരേ സമയം 12 ആളുകളിലധികം കയറാൻ പാടില്ല എന്ന്. ഞങ്ങളവിടെ എത്തിയപ്പോൾ എല്ലാ കോട ഇങ്ങനെ മായുന്നുണ്ടായി. കോട ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു കാഴ്ചകളൊന്നും നല്ല രീതിയിൽ കാണാൻ വേണ്ടി കഴിയില്ല. ഏതായാലും ഞങ്ങളെത്തിയപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. വേറൊരു ഫീലാണ് കേട്ടോ അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ. നല്ല കുളിരുള്ള തണുത്ത കാറ്റും നല്ല അടിപൊളി വൈബാണ് കേട്ടോ. എനിക്ക് പറയാതെക്കാൻ വയ്യ. ഈ ഒരു സൈലന്റ് വാലി വന്നാൽ പിന്നെ ഈ ഒരു വാച്ച് ടവറിൽ കയറാതെ ആരും പോകരുതേ. യാത്ര കുറച്ച് കൂടുതലുണ്ടെങ്കിലും ഈ ഒരു വാച്ച് ടവറിൽ എന്തായാലും കയറണം. കാറ്റുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റായിരുന്നു. ചുറ്റിലും നോക്കിയാൽ നല്ല വ്യൂ ആണ്. നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാടുകളും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. കയറുമ്പോൾ പേടിച്ചാണ് കയറിയെങ്കിലും ഇതിൻ്റെ മുകളിലെത്തിയാൽ നല്ലൊരു രസമാണ്. വായിച്ച് മാത്രമേ കയറിയിട്ടുള്ളൂ കേട്ടോ. എൻ്റെ ഉമ്മമ്മ കയറിയിട്ടില്ല. ഇവിടെ എത്തിയപ്പോൾ ആ ഒരു ഡ്രൈവർ പറഞ്ഞു നല്ല സുഖമായിട്ട് കയറാൻ കഴിഞ്ഞത് ഈ ഒരു ഫ്രഷ് വായു കൊണ്ടാണ്. ചുറ്റിലും കാടാണ്. ആ ഒരു ഫ്രഷ് വായു കൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെ കയറി നിൽക്കുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കുനിയിൽ പ്രഭാത് യോഗ ക്ലബിൻ്റെ കൂടെയുള്ള ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇൻഷാ അല്ലാ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.